പ്രമുഖ നടന്മാർക്കെതിരെ പീഡന ആരോപണവുമായി നടി മിനു മുനീർ. മുകേഷ്, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ തുടങ്ങിയവർക്കെതിരെ ആരോപണം. അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ, വിച്ചു എന്നിവർക്കെതിരെയും ആരോപണം. അതേസമയം മുകേഷ് MLA സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യവും ശക്തമാവുകയാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ചലച്ചിത്ര മേഖലയിൽ അതായത് കഴിഞ്ഞ ദിവസം ആദ്യം രഞ്ജിത്തിനെതിരെയും പിന്നീട് സിദ്ദിഖിനെതിരെയും ഒക്കെ ഉയർന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ ഇപ്പോൾ ഒരു പിടി താരങ്ങൾക്കെതിരെ ആരോപണവുമായി ഒരു നടി കൂടി എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? നിഖിൽ, പ്രമുഖ നടന്മാർക്കെതിരെയാണ് ഇപ്പോൾ നടിയായിരുന്ന മിനു മുനീർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. മണിയൻപിള്ള രാജു, ജയസൂര്യ, മുകേഷ്, ഇടവേള ബാബു തുടങ്ങിയവർക്കെതിരെയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉള്ളത്. ഇവർ ലൈംഗികമായിട്ട് ഉപദ്രവിക്കുകയും മാനസികമായിട്ട് ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നടി പറഞ്ഞിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ഫേസ്ബുക്കിലൂടെയാണ് ഇവർ ആരോപണം ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചത്. പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, പ്രൊഡക്ഷൻ കൺട്രോളർമാരായിട്ടുള്ള നോബിൾ, വിച്ചു എന്നിവരും തന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉപദ്രവിച്ചു എന്നാണ് നടി മിനു മുനീർ പറയുന്നത്. 2013 ദേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ജയസൂര്യ മിനു മുനീറിനെ കടന്നുപിടിക്കുകയും ചുംബിക്കുകയും ചെയ്തു. പിന്നീട് അഡ്ജസ്റ്റ് ചെയ്യണമെന്നും ജയസൂര്യ ആവശ്യപ്പെട്ടു. ആ സമയത്ത് താൻ എതിർത്തു. പിന്നീട് മുകേഷ് കലണ്ടർ സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ ഹോട്ടലിൽ വെച്ച് തന്നെ കടന്നുപിടിച്ചു. മണിയൻപിള്ള രാജുവും ഇടവേള ബാബുവും ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുകയും അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണ് എങ്കിൽ സിനിമയിൽ കൂടുതൽ അവസരങ്ങൾ നൽകാമെന്നും അമ്മയിൽ അംഗത്വം നൽകാമെന്നും ഇടവേള ബാബുവും ഒപ്പം തന്നെ മുകേഷും പറഞ്ഞുവെന്നാണ് മിനു മുനീർ ആരോപിക്കുന്നത്. എന്തായാലും നേരത്തെ ഈ അമ്മയിൽ അംഗത്വം സംബന്ധിച്ച് അപേക്ഷ നൽകിയ വേളയിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മുകേഷ് തന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞത് താൻ അറിയാതെ അമ്മയിൽ അംഗത്വം എടുക്കാമെന്നൊന്നും വിചാരിക്കേണ്ട, അഡ്ജസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. ഇടവേള ബാബുവും സമാനമായിട്ടുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. മണിയൻപിള്ള രാജുവും സെറ്റിൽ വെച്ച് തന്നോട് അപമര്യാദയായിട്ട് പെരുമാറിയെന്നും മിനു മുനീർ പറയുന്നുണ്ട്. മണിയൻപിള്ള രാജുവിനോടൊപ്പം തന്നെ അഭിനയിച്ചിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ ലൈംഗികമായിട്ട് ആവശ്യപ്പെടുകയും ഒപ്പം തന്നെ ആ ആവശ്യത്തിന് വഴങ്ങണമെന്നും അത് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുള്ള ആവശ്യം ഈ മണിയൻപിള്ള രാജു മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ആ സമയത്ത് തന്നെ താൻ ഇതിനെ എതിർത്തു. തുടർന്ന് മലയാള സിനിമ ഇൻഡസ്ട്രി വിട്ട് തനിക്ക് തമിഴിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. കാരണം അഡ്ജസ്റ്റ്മെന്റിന് വഴങ്ങിയില്ലെങ്കിൽ മലയാള സിനിമയിൽ നിൽക്കാനാകാത്ത ഒരു സാഹചര്യം തനിക്ക് വന്നു. കൂടുതൽ സിനിമകൾ ഒരു അവസ്ഥ ഉണ്ടായി. തുടർന്ന് തമിഴിലേക്ക് താൻ ചേക്കേറുകയായിരുന്നു എന്നാണ് നടി പറയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് നിയമപരമായിട്ട് നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് മിനു മുനീർ വ്യക്തമാക്കിയിരിക്കുന്നത്. പരാതി നൽകിക്കൊണ്ടുള്ള ഒരു നടപടിയായിരിക്കും ഇവർ സ്വീകരിക്കുക. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തനിക്ക് വീണ്ടും ഒരു ധൈര്യം ഉണ്ടാവുകയായിരുന്നു. നേരത്തെ ഈ ഒരു വിഷയം 2013 സംഭവിച്ച സമയത്ത് തന്നെ തന്റെ സുഹൃത്തും നടിയുമായ ഗായത്രിയോട് ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നു. പിന്നീട് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ കൂടുതൽ പേർ പരാതിയും ആരോപണങ്ങളും ഉന്നയിച്ച ഒരു സാഹചര്യത്തിൽ അവർക്ക് ധൈര്യം പകരുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് താൻ ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. മുകേഷിനെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് അവർ പ്രതികരിച്ചിട്ടുള്ളത്. ഒരു രാഷ്ട്രീയ നേതാവിനോ അല്ലെങ്കിൽ ജനപ്രതിനിധിക്കോ ചേരുന്ന രീതിയിലുള്ള ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരു പെരുമാറ്റമല്ല മുകേഷിന്റേത് എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നിലവിൽ മുകേഷിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ശക്തമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതായത് മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്നാണ് യുവജന സംഘടനകളടക്കം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിവാദങ്ങൾ കൊഴുക്കുന്നതിനിടയിൽ തന്നെയാണ് കൂടുതൽ പേർ പ്രമുഖ നടന്മാർക്കെതിരെയും ആരോപണവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. മണിയൻപിള്ള രാജു ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുള്ളത് പണം ആവശ്യപ്പെട്ടുകൊണ്ടും അല്ലെങ്കിൽ ഇത്തരം കള്ളപ്പരാതികളൊക്കെ തന്നെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആളുകളൊക്കെ രംഗത്ത് വരുമെന്നാണ്. അതിനും നടി മറുപടി പറഞ്ഞിട്ടുണ്ട്. അതായത് പണം ഉദ്ദേശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു ലാഭത്തിനോ ഒന്നും വേണ്ടിയിട്ടല്ല, മറിച്ച് തനിക്കുണ്ടായ ഒരു അനുഭവം തുറന്നു പറയുക മാത്രമാണ് ചെയ്തതെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തലുകളും അല്ലെങ്കിൽ പ്രതികരണങ്ങളും ഒക്കെ തന്നെ ഉണ്ടായേക്കാം. അമ്മ സംഘടനയിൽ അംഗത്വം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് നടന്മാർ അല്ലെങ്കിൽ അന്നത്തെ ഭാരവാഹികൾ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഗുരുതരം തന്നെയാണ്. പ്രത്യേകിച്ച് ഇടവേള ബാബു ഒക്കെ തന്നെ അമ്മയിൽ
അംഗത്വം എടുക്കാനായിട്ട് ഇത്തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് തന്നോട് ആവശ്യപ്പെട്ടു എന്നാണ് മിനു മുനീർ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രവുമല്ല ഈ അംഗത്വം നിഷേധിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം മുകേഷ് ഇടപെട്ടുകൊണ്ട് ഇവരുടെ അപേക്ഷ തള്ളിയ ഒരു സാഹചര്യം ഇവർ വിശദീകരിച്ചിട്ടുണ്ട്. എന്തായാലും നേരത്തെ ഈ ടെസ് ജോസഫ് അടക്കമുള്ളവർ മുകേഷിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ തന്നെയാണ് വീണ്ടും മിനു മുനീർ തനിക്ക് നേരിട്ട അനുഭവം, അതായത് നേരിട്ട് തന്നെ ലൈംഗികമായിട്ട് ആക്രമിക്കാൻ ശ്രമിച്ച് കടന്നു പിടിച്ചു എന്നതാണ് മുകേഷിനെതിരെ ഇവർ ഉന്നയിക്കുന്ന ഒരു ആരോപണം. നിഖിൽ, രേഷ്മ, കഴിഞ്ഞ ദിവസം ആദ്യം അമ്മയുടെ ജനറൽ സെക്രട്ടറിക്കെതിരെ ഒരു ആരോപണം ഉയർന്നു. ഇപ്പോൾ പിന്നീട് താരങ്ങൾക്കെതിരെയൊക്കെ, അതിനുശേഷം പിന്നീട് റിയാസ് ഖാൻ അടക്കമുള്ള താരങ്ങൾക്കെതിരെ ആരോപണം വരുന്നു. ഇപ്പോൾ മുകേഷ്, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ അങ്ങനെയുള്ള സീനിയർ താരങ്ങൾക്കെതിരെ ആരോപണങ്ങൾ വരുന്നു. ഇങ്ങനെ തുടർച്ചയായ ആരോപണങ്ങൾ വരുന്നു. ഒപ്പം തന്നെ അമ്മയിൽ അംഗത്വം എടുക്കണമെങ്കിൽ അതിനുവേണ്ടി വിട്ടുവീഴ്ച ചെയ്യണം എന്ന് പല നടിമാരോടും ഈ ഭാരവാഹികൾ പറഞ്ഞു എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ വരുമ്പോഴും അമ്മ സംഘടന വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയല്ലേ? തീർച്ചയായിട്ടും നിഖിൽ, കാരണം അമ്മ താരസംഘടനയ്ക്കെതിരെ ഗുരുതരമായിട്ടുള്ള, അല്ലെങ്കിൽ അന്ന് ഭാരവാഹികളായിരുന്ന നടന്മാർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. രേവതി സമ്പത്ത് സിദ്ദിഖിനെതിരെ ലൈംഗികപരമായിട്ട് തന്നെ പീഡിപ്പിച്ചു എന്ന ആരോപണം ഉന്നയിച്ച ഒരു പശ്ചാത്തലത്തിലായിരുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖിനെ രാജിവെക്കേണ്ടി വന്നത്. തൊട്ടു പിന്നാലെ തന്നെ മുകേഷിനെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ടെസ് ജോസഫും ഫേസ്ബുക്കിലൂടെ കുറിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു അമ്മ സംഘടന താൻ നേരത്തെ 2018 നൽകിയ പരാതി, അലൻസിയർക്കെതിരെ നൽകിയ പരാതി അത് പരിഗണിച്ചുകൊണ്ടൊരു നടപടി സ്വീകരിച്ചിരുന്നില്ല എന്നുള്ള ആക്ഷേപവുമായിട്ട് മുന്നോട്ട് വന്നത് നടി ദിവ്യ ഗോപിനാഥ് ആയിരുന്നു. ഇത്തരത്തിൽ ഈ ഒരു വലിയ രീതിയിലുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ സിനിമാ മേഖലയിൽ നടന്നു എന്ന് പറഞ്ഞ സമയത്ത് തന്നെ അമ്മ മൗനം പാലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതേ സമയത്ത് തന്നെ നേരിട്ട് ഇത്തരത്തിൽ ലൈംഗികപരമായിട്ട് ആക്രമണങ്ങൾ നേരിട്ടവർ തന്നെ നടിമാരായിട്ടുള്ളവർ നേരിട്ട് പരാതി പറയുന്നു, ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ആ ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നാളത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം മാറ്റിവെക്കപ്പെട്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും നിലവിൽ വലിയ രീതിയിലുള്ള പ്രത്യാരോപണങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ പേർ ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് വർഷങ്ങൾക്ക് മുന്നേ നേരിട്ട ദുരനുഭവങ്ങൾ തുറന്നു പറയുന്ന ഒരു സാഹചര്യം. എന്തായാലും വലിയ രീതിയിൽ പ്രതിസന്ധിയിലൂടെ തന്നെയാണ് താരസംഘടന കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ചുമതലപ്പെട്ടവർ, അല്ലെങ്കിൽ അവർ ചുമതല വഹിച്ചിരുന്ന കാലഘട്ടത്തിൽ സംഘടനയിൽ അംഗത്വം എടുക്കുവാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ കിടക്ക പങ്കിടണമെന്ന് നടിമാരോട് പറയുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ തന്നെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും തന്നെയാണ്. അതൊരു സംഘടന എന്നുള്ള രീതിയിൽ ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും ഈ ഒരു വിഷയത്തിൽ അമ്മ പ്രതികരിക്കുക എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. നിഖിൽ, ശരി രേഷ്മ, പ്രമുഖ നടന്മാർക്കെതിരെ പീഡന ആരോപണവുമായി നടി മിനു മുനീർ രംഗത്തെത്തിയിരിക്കുകയാണ്. മുകേഷ്, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ തുടങ്ങിയവർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ആരോപണം ഉയർന്നിരുന്നു. അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെതിരെ ആരോപണം ഉയർന്നിരുന്നു. ഇരുവർക്കും സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു. ഇതിൻ്റെ വിശദമായ റിപ്പോർട്ട് നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു.